1811 ബ്രിട്ടനിലെ കൈത്തൊഴിലുകാരായ തൊഴിലാളികൾ തങ്ങളുടെ തൊഴിലില്ലാതെയാക്കുന്ന യന്ത്രങ്ങൾ തകർക്കുന്ന അക്രമാസക്തമായ സമരത്തിന് നേതൃത്വം നൽകുന്നത്. തുണി തൊഴിലാളികളുടെ സാമൂഹ്യ പ്രസ്ഥാനമായിരുന്ന ലുഡൈറ്റ്സ് ആയിരുന്നു ഈ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും എല്ലാം നേതൃത്വം നൽകിയത്. യന്ത്രങ്ങൾ തങ്ങളുടെ ജീവിതം തകർക്കുമെന്ന ഭയത്തിൽ നിന്നാണ് അവർ യന്ത്രങ്ങൾ തകർത്ത് പ്രതിഷേധിച്ചത്. 1812 മാർച്ചിൽ സ്റ്റോക്ക്പോർട്ടിൽ 2000-ലധികം തൊഴിലാളികളാണ് സംഘം ചേർന്ന് ഒരു വെൽഫെയർ ഹൗസ് ആക്രമിച്ച് തകർക്കുന്നത്. ഈ തൊഴിലാളി പ്രതിഷേധത്തെ നേരിടാൻ അന്ന് 12,000-ലധികം സൈനികരെയായിരുന്നു ബ്രിട്ടൻ വിന്യസിച്ചിരുന്നത്. ക്രൂരമായ അടിച്ചമർത്തൽ തൊഴിലാളികൾക്ക് നേരെ ബ്രിട്ടീഷ് ഭരണകൂടം അക്കാലത്ത് അഴിച്ചുവിട്ടു. തൊഴിലാളികളെ അടിച്ചമർത്താൻ നിരവധി നിയമങ്ങൾ അവർ നിർമ്മിച്ചു. 1812 ഡിസ്ട്രക്ഷൻ ഓഫ് സ്റ്റോക്കിംഗ് ഫ്രെയിംസ് ആക്ട് അവരുണ്ടാക്കി. ഫാക്ടറികൾക്ക് നേരെ പ്രതിഷേധിക്കുന്ന തൊഴിലാളികൾക്ക് വധശിക്ഷ നൽകുന്ന നിയമങ്ങൾ ബ്രിട്ടൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി. ആദ്യ വർഷം തന്നെ 17 പേരെ തൂക്കിക്കൊന്നു. പലരെയും ഓസ്ട്രേലിയയിലേക്ക് നാടുകടത്തി. ഇതോടൊപ്പം തന്നെ തൊഴിലാളികളെ അടിച്ചമർത്താൻ 5 നിയമങ്ങൾ കൂടി ബ്രിട്ടൻ പാസ്സാക്കുകയുണ്ടായി. യജമാന സേവക നിയമം, മാസ്റ്റർ ആൻഡ് സർവൻസ് ആക്ട്, അത് പിന്നീട് ഇന്ത്യയിലും ബ്രിട്ടൻ നടപ്പിലാക്കുകയുണ്ടായി. തൊഴിലാളികൾ സംഘടിക്കുന്നത് നിയമവിരുദ്ധമാക്കുന്ന കോമ്പിനേഷൻ ആക്ട് എന്നിവയെല്ലാം ഈ കരിനിയമങ്ങളുടെ ഭാഗമായിരുന്നു. അനുസരണക്കേട് ക്രിമിനൽ കുറ്റമാക്കിയിട്ട് ബ്രിട്ടൻ തൊഴിലാളികൾക്ക് കഠിനമായ ശിക്ഷകളും പിഴകളും എല്ലാം നൽകിയിരുന്നു ഈ പറയുന്ന 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അതായത് 19-ാം നൂറ്റാണ്ടിൽ ലോകത്താകെയും സവിശേഷമായി ഇംഗ്ലണ്ടിലും ഉൾപ്പെടെ തൊഴിൽ നിയമങ്ങൾ, ഭരണകൂടങ്ങൾ രൂപപ്പെടുത്തിയത് തൊഴിലാളികളെ അടക്കി നിർത്താനായിരുന്നു എന്നർത്ഥം. തൊഴിലാളികളെ 14-16 മണിക്കൂർ കഠിനമായി ജോലി ചെയ്യിച്ചു. അടിമ സമാനമായ നിലയിൽ ഭീകരമായി അവരെ ചൂഷണം ചെയ്തു. ഇതിനെല്ലാം എല്ലാ അടിച്ചമർത്തലുകളെയും കരിനിയമങ്ങളെയും അതിജീവിക്കാനുള്ള തൊഴിലാളികളുടെ പോരാട്ടങ്ങൾക്ക് അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഈ പറയുന്ന അടിച്ചമർത്തലുകളെല്ലാം യഥാർത്ഥത്തിൽ ചെയ്തത്. വലിയ വ്യവസായങ്ങളിലെ തൊഴിലാളികളിൽ ജീവിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് വിത്തുപാവുകയായിരുന്നു ഈ തൊഴിൽ സാഹചര്യങ്ങൾ ലോകം മുഴുവൻ. ഫ്രാൻസിലെ പട്ടുനൂൽ തൊഴിലാളികൾ വേതനക്കുറവിനെതിരായി ആയുധമെടുത്ത് അക്കാലത്ത് പോരാട്ടങ്ങൾ നടത്തിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. 1848 പാരീസിലെ 100,000 തൊഴിലാളികൾ അണിനിരന്ന് 3 ദിവസം തുടർച്ചയായി പോരാട്ടങ്ങൾ നടത്തുകയുണ്ടായി. അമേരിക്കൻ ഐക്യനാടുകളിൽ ജോലി സമയം കുറയ്ക്കുന്നതിനായി നടത്തിയ പോരാട്ടങ്ങൾ എല്ലാം ഈ നിലയിൽ ഉയർന്നു വന്ന ഐതിഹാസികങ്ങളായ പോരാട്ടങ്ങളായിരുന്നു. 1886 ചിക്കാഗോ പോരാട്ടങ്ങളെ പോലെ നിരവധി രക്തരൂക്ഷിതങ്ങളായ സമരങ്ങളും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തും ലോകത്താകെ പടർന്നു പിടിച്ചു. 1917 സോവിയറ്റ് സോഷ്യലിസ്റ്റ് വിപ്ലവം ലോകത്താകെയുള്ള അധ്വാനിക്കുന്നവർക്ക് വലിയ ആവേശമാണ് നൽകിയത്. നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് മുതലാളിത്ത വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആധുനിക തൊഴിലാളി വർഗം രൂപപ്പെട്ടു വരുന്നത്. തോട്ടങ്ങളിലും മില്ലുകളിലും ഖനികളിലും എല്ലാം തൊഴിൽ ചെയ്തിരുന്ന തൊഴിലാളികളെ നിയന്ത്രിക്കാൻ അന്ന് ബ്രിട്ടൻ കൊണ്ടുവന്നതായിരുന്നു ആദ്യകാല തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. തൊഴിലാളിയെ മെരുക്കിയെടുത്ത് ഉൽപാദനവും ലാഭവും തടസ്സമില്ലാതെ ഉറപ്പുവരുത്തുന്നതിനായിരുന്നു ഈ നിയമങ്ങളെല്ലാം. ആസാം പ്ലാന്റേഷൻ ലേബർ എമിഗ്രേഷൻ ആക്ട്, മാസ്റ്റേഴ്സ് ആൻഡ് സർവൻസ് ആക്ട്, വർക്ക്മെൻസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആക്ട് എന്നിവയെല്ലാം ബലമായി തൊഴിലാളികളെ തൊഴിലിടങ്ങളിൽ പിടിച്ചു നിർത്താനും ഓടിപ്പോയാൽ കുറ്റവാളിയായി ശിക്ഷിക്കാനും മുതലാളിക്ക് അധികാരം നൽകുന്നവയായിരുന്നു. 1860 എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഡിസ്പ്യൂട്ട് ആക്ട് അനുസരണയില്ലായ്മ എന്ന കുറ്റം ചുമത്തി തൊഴിലാളികളെ തടവോ പിഴയോ വിധിക്കാൻ മുതലാളിമാർക്ക് അധികാരം നൽകിയിരുന്നായിരുന്നു. ഇതെല്ലാമായിരുന്നു ഇന്ത്യയിലെ ആദ്യകാല തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെതിരെയുള്ള തൊഴിലാളികളുടെ സമരങ്ങളും സ്വാതന്ത്ര്യ സമരത്തിലെ തൊഴിലാളികളുടെ വർദ്ധിച്ച പങ്കും ലോകത്താകെ നടന്ന വിപ്ലവങ്ങളുടെ പ്രചോദനവും എല്ലാമാണ് ചെറിയ തോതിലുള്ള തൊഴിൽ പരിരക്ഷാ നിയമങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തും വഴിയൊരുക്കിയത്. ലോകത്താകെ ഇക്കാലത്തെ സമരങ്ങൾ പലതും അക്രമാസക്തമായിരുന്നു. ഭരണകൂടവും മുതലാളിമാരും കൊടിയ അടിച്ചമർത്തലുകൾ നടത്തിയിട്ടും ഒരു നിലയിലും അവർക്ക് തൊഴിലാളികളുടെ ജീവിക്കാനുള്ള പോരാട്ടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഇതിനു മുന്നിൽ ഭയന്നുപോയ മുതലാളിത്തവും ഭരണകൂടവും എല്ലാം ചെയ്ത കാര്യമാണ് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ഒരു മധ്യസ്ഥത്തിനായി തൊഴിലാളി അനുകൂലമെന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ മുതലാളിക്ക് തൊഴിലാളിയെ നിയമപരമായി ചൂഷണം ചെയ്യാൻ വേണ്ടി കഴിയുന്ന നിയമങ്ങൾ ലോകത്താകെ രൂപപ്പെടുത്തിയത്.
നവ ഉദാരവൽക്കരണത്തിന്റെ, സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിന്റെ ഇന്നത്തെ കാലത്ത് ഈ തൊഴിൽ നയങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും പഴയ 19-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ലേബർ കോഡുകൾ ആ പഴയ കൊളോണിയൽ കാലത്തിന്റെ പുനരുജ്ജീവനം മാത്രമാണ്. ജോലിയിൽ നിന്ന് ഓടിപ്പോയാൽ ശിക്ഷ എന്നതിന് പകരം ഫിക്സഡ് ടൈം കരാറുകളിലൂടെ തൊഴിലാളിയെ നിരന്തരം ഭയത്തിൽ നിർത്തുകയാണ് മോഡി സർക്കാർ ഇന്ന് ഇന്ത്യയിൽ ചെയ്തു കൊടുക്കുന്നത്. അനുസരണ ഇല്ലായ്മ എന്നതിന് പകരം നിയമവിരുദ്ധ പണിമുടക്ക് എന്ന പേരിൽ കൂട്ട അവധിയെടുത്താൽ പോലും തടവും പിഴയും ശിക്ഷയായി നൽകുന്ന വ്യവസ്ഥ മോഡി ഉണ്ടാക്കുകയാണ്. മാസ്റ്റേഴ്സ് ആൻഡ് സർവൻസ് ആക്ടിന്റെ പുതിയ രൂപമാണ് തൊഴിലുടമക്ക് 300-ൽ താഴെ തൊഴിലാളികളെ സർക്കാർ അനുമതിയില്ലാതെ പിരിച്ചുവിടാനുള്ള അധികാരം. തൊഴിലാളി ഏതു സമയത്തും അരക്ഷിതമായ അവസ്ഥയിൽ ഭയത്തിൽ അവനെ നിർത്തി കൂലി അടിമകളാക്കാൻ നിയമപരമായി കൊടുക്കുന്ന അധികാരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ തോട്ടം തൊഴിലാളികളോട് ചെയ്തതുപോലെയാണ് മോഡി സർക്കാർ എല്ലാ മേഖലയിലും കൂലി അടിമത്വം നിയമവിധേയമാക്കി കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളോടൊപ്പം ഇന്ത്യൻ തൊഴിലാളി വർഗം പൊരുതി നേടിയ 8 മണിക്കൂർ ജോലി, മിനിമം കൂലി, യൂണിയൻ അവകാശം തുടങ്ങിയ എല്ലാം ഈ കോഡുകളിലൂടെ ഇല്ലാതെയാക്കുകയാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് വെള്ളക്കാരനായ മുതലാളിക്ക് വേണ്ടി ബ്രിട്ടൻ നിയമങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് ഇന്ത്യയിലെയും വിദേശത്തുമായിട്ടുള്ള കുത്തകകൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ. നവ ഉദാരവൽക്കരണ നയം എന്ന് പറയുന്നത് ലോകത്തെ കുത്തകകൾ ഭരണകൂടത്തോട് എല്ലാം ഞങ്ങൾക്ക് തരണം എന്ന് പറയലാണ്, ആജ്ഞാപിക്കലാണ്. നിങ്ങൾ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ വേണ്ടി പാടില്ല. നിങ്ങൾക്ക് 3 ജോലികളാണുള്ളത്. അത് ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും വെച്ച് നിങ്ങൾ നടത്തിക്കൊള്ളണം. ബാക്കി ഒരു പണിയും നിങ്ങൾ എടുക്കരുത്. ഭരണകൂടങ്ങളുടെ ഒരു നിയന്ത്രണവുമില്ലാത്ത സർവതന്ത്ര സ്വതന്ത്രമായ കമ്പോളമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ കമ്പോളമാണ് ലോകത്തെ നയിക്കേണ്ടത് എന്ന് ലോകത്തെ കോർപ്പറേറ്റുകൾ ഭരണകൂടങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. ഇത് ഭരണകൂടങ്ങൾ അപ്പടി അംഗീകരിച്ച് നടപ്പിലാക്കുന്നതിനെയാണ് നവ ഉദാരവൽക്കരണ നയം എന്ന് പറയുന്നത്. ഇതിന്റെ തീവ്രമായ നടത്തിപ്പാണ് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് തുടങ്ങി ഇപ്പോൾ അതിലും തീവ്രമായ നിലയിലേക്ക് മോഡി കോർപ്പറേറ്റ് സഖ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ തൊഴിൽ മേഖലയിൽ സമീപകാലത്തുണ്ടായ എല്ലാ മാറ്റങ്ങളും വെറും ഭരണപരമായ പരിഷ്കാരങ്ങളല്ല, മറിച്ച് തൊഴിലാളി മുതലാളി ബന്ധത്തെ, തൊഴിൽ ബന്ധങ്ങളെ ആകെ സമൂലമായി പൊളിച്ചെഴുതുന്ന ഒരു വലിയ തന്ത്രപ്രധാനമായ നീക്കമാണ് പൊളിച്ചെഴുത്താൻ. ഇതിനെതിരായ പോരാട്ടങ്ങളാണ് ഇന്ത്യയിൽ CITUവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ തൊഴിലാളി വർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ പൂർവികർ തൊഴിലാളി വർഗം രക്തവും വിയർപ്പും നൽകി പൊരുതു നേടിയ അവകാശങ്ങളാണ് 8 മണിക്കൂർ ജോലി, മിനിമം വേതനം, PF, ESI, ജോലി സുരക്ഷ, ട്രേഡ് യൂണിയൻ അംഗീകാരം തുടങ്ങി പണിമുടക്കാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള എല്ലാം ഒന്നും മുതലാളിമാർ സ്വമേധയാ വെള്ളിത്തളികയിൽ വെച്ച് നമുക്ക് നൽകിയതല്ല. അവയെല്ലാം തൊഴിലാളി വർഗം നടത്തിയ സംഘടിതമായ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമാണ് എന്നർത്ഥം. ഓരോ തൊഴിലവകാശവും ഇന്ത്യൻ തൊഴിലാളി വർഗം നേടിയെടുത്തതിന് ശേഷം അതിനെ ദുർബലപ്പെടുത്താനോ പിൻവലിക്കാനോ ഓരോ കാലത്തും ഭരണകൂടങ്ങളും തൊഴിലുടമകളും നടത്തിയ എല്ലാ ശ്രമങ്ങളെയും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം ചെറുത്തതും സംരക്ഷിച്ചു നിർത്തിയത്. അതായത് നിയമപരമായ പരിമിതമായ പരിരക്ഷ ഇന്ത്യയിലെ തൊഴിലാളി വർഗം നേടിയെടുത്തതും അവ സംരക്ഷിച്ചതുമെല്ലാം ഭരണകൂടത്തിന്റെ ഔദാര്യങ്ങളായിരുന്നില്ല, തൊഴിലാളി വർഗത്തിന്റെ രക്തം ചിന്തിയ പോരാട്ടങ്ങളിലൂടെ, രക്തസാക്ഷിത്വങ്ങളിലൂടെ നേടിയെടുത്തതാണ് എന്നർത്ഥം. എന്നാൽ ഇന്ന് നവലിബറൽ നയങ്ങൾ പിന്തുടരുന്ന മോഡി സർക്കാർ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ 29 തൊഴിൽ നിയമങ്ങളെ റദ്ദ് ചെയ്ത് 4 തൊഴിൽ കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. വേതന കോഡ്, വ്യവസായ കോഡ്, സാമൂഹ്യ സുരക്ഷാ കോഡ്, തൊഴിൽ സുരക്ഷ, ആരോഗ്യം, തൊഴിൽ സാഹചര്യങ്ങൾ, ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ്, വേജസ് കോഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡ് എന്നിവയാണ് മോഡി തയ്യാറാക്കിയിട്ടുള്ള ഈ പറയുന്ന നിലയിലേക്ക് തൊഴിലാളി വർഗത്തെ കൂലി അടിമകളാക്കി കൊടുക്കുന്നതിനുള്ള കോഡുകൾ എന്ന് പറയുന്നത്. പാർലമെന്റിൽ വേണ്ടത്ര ചർച്ചകളില്ലാതെ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ പാസാക്കിയതാണ് ഈ കോഡുകൾ. തൊഴിലാളികളുടെ നിയമപരമായ സംരക്ഷണം എടുത്തുകളയുക മാത്രമല്ല, തൊഴിൽ മേഖലയിൽ അടിമ ഉടമ സമ്പ്രദായത്തിന്റെ പുതിയ രൂപം സൃഷ്ടിക്കുകയാണ് മോഡി കോഡ്
ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേബർ കോഡുകളിലെ പ്രധാന വ്യവസ്ഥകളെല്ലാം തൊഴിലാളികളെയും അധ്വാനിച്ച് ജീവിക്കുന്നവരെയും സംബന്ധിച്ച് കനത്ത ആഘാതം ഉണ്ടാക്കുന്നതാണ്. തൊഴിലാളി എന്ന നിർവചനം തന്നെ ചുരുക്കിയിരിക്കുകയാണ് ലേബർ കോഡുകളിൽ കേന്ദ്ര സർക്കാർ ചെയ്തത്. ആരാണ് തൊഴിലാളി എന്നതിന് നിയമപരമായി കൃത്യത നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അധ്വാനിച്ച് കൂലി വാങ്ങുന്നവരെല്ലാം തൊഴിലാളികളാണ് എന്നതാണ് നാം ഇതുവരെ കണ്ടതും പഠിച്ചതുമെല്ലാം. എന്നാൽ തൊഴിലാളി എന്ന നിർവചനം തന്നെ ചുരുക്കി ഒരു വലിയ വിഭാഗം ജീവനക്കാരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്, അട്ടിയകറ്റുകയാണ് ലേബർ കോഡ് വ്യവസ്ഥകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേബർ കോഡുകൾ നടപ്പിലാക്കപ്പെടുന്നതോടെ വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ഇനി മുതൽ തൊഴിലാളി എന്ന നിർവചനത്തിൽ പെടുന്ന വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും പരിമിതമായ സംരക്ഷണം പോലും ലഭിക്കാതാവാൻ പോവുകയാണ്. പുതിയ വ്യാവസായിക ബന്ധങ്ങളുടെ കോഡ് പറയുന്നത് മാസം 18,000 രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന സൂപ്പർവൈസറി തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളിനി തൊഴിലാളി അല്ല എന്നാണ്. അതിലും വലിയ അപകടം, ഈ 18,000 രൂപ എന്ന പരിധി കേന്ദ്ര ഗവൺമെന്റിന് ഒരു വിജ്ഞാപനത്തിലൂടെ എപ്പോൾ വേണമെങ്കിലും മാറ്റാമെന്നതാണ്. ഇത് സർക്കാരിന് തോന്നുമ്പോൾ 15,000-ഓ 12,000-ഓ ഒക്കെ ആക്കി മാറ്റാമെന്ന് ലേബർ കോഡ് വ്യവസ്ഥ ചെയ്യുന്നു. വ്യവസായങ്ങളിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ നട്ടെല്ലായി നിൽക്കുന്നത് ഈ സൂപ്പർവൈസർമാരും മുതിർന്ന ജീവനക്കാരുമെല്ലാമാണ്. പല സ്ഥാപനങ്ങളിലും ഇവരാണ് ട്രേഡ് യൂണിയനുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇവരെ തൊഴിലാളി അല്ലെന്ന് പ്രഖ്യാപിച്ചാൽ അവർക്ക് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനോ ഭാരവാഹിയാവാനോ കൂട്ടായ വിലപേശലിൽ പങ്കെടുക്കാനോ ഉള്ള നിയമപരമായ അവകാശം ഉണ്ടാവില്ല. തൊഴിലുടമയുടെ കാരുണ്യത്തിൽ കഴിയുന്ന വിഭാഗമായി വലിയൊരു വിഭാഗം തൊഴിലാളികൾ മാറും. 18,000 രൂപ എന്നത് തീരെ കുറഞ്ഞൊരു തുകയാണെന്ന് നമുക്കറിയാം. മാന്യമായി ജീവിക്കാൻ പോലും തികയാത്ത ഒരു വേതനമാണ് 18,000 രൂപ. ഈ ആളുകളെയാണ് നിങ്ങൾ തൊഴിലാളികളല്ല, നിങ്ങൾ ജീവനക്കാരാണ്, നിങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ് അവർക്കൊരു മുദ്ര കൊടുത്ത് മോഡി സർക്കാർ പരിഹസിക്കുന്നത്. നാളെ എനിക്ക് ജോലി ഉണ്ടാവുമോ എന്ന നിരന്തരമായ ഭീതിയിൽ കഴിയുന്നൊരു തൊഴിലാളിക്ക് തങ്ങളുടെ ഭാവിയെക്കുറിച്ച്, തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, തങ്ങളുടെ തലമുറയെക്കുറിച്ച് ഒരാസൂത്രണവും നടത്താൻ വേണ്ടി കഴിയില്ല. ഈ നിലയിലേക്ക് തൊഴിലാളിയുടെ ജീവിതം, ഭാവി അരക്ഷിതമാക്കുകയാണ് ഇതിലൂടെ ലേബർ കോഡ് ചെയ്യുന്നത്. ഒരു സ്ഥിരം തൊഴിലാളിക്ക് നൽകേണ്ടതിൻ്റെ 4/1 ചെലവിൽ ഒരു തൊഴിലാളിയെ അവൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലത്ത് ഉപയോഗിക്കുകയും അത് കഴിഞ്ഞാൽ അവരെ വലിച്ചെറിയുകയും ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യം നടപ്പിലാക്കി കൊടുക്കുകയാണ്, നിയമപരമായി നടപ്പിലാക്കി കൊടുക്കുകയാണ് മോഡി ചെയ്യുന്നത്. മർമ്മപ്രധാനമായ സ്ഥിര സ്വഭാവമുള്ള ജോലികളിൽ കരാർ നിയമനങ്ങളിൽ പാടില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. 1970-ലെ കരാർ തൊഴിൽ നിയന്ത്രണവും നിരോധനവും നിയമം തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയ്ക്കായി പൊരുതി നേടിയതായിരുന്നു ഇന്ത്യൻ തൊഴിലാളി വർഗം. സ്ഥിരം ജോലിയുടെ കരാർ വൽക്കരണം തടയലായിരുന്നു ആ നിയമത്തിന്റെ ലക്ഷ്യം. എന്നാൽ തൊഴിലിന്റെ സ്ഥിരവും ശാശ്വതവുമായ സ്വഭാവം എന്ന അടിസ്ഥാന മാനദണ്ഡം തന്നെ ലേബർ കോഡ് ഇല്ലാതെയാക്കി. മുതലാളി, സർക്കാർ നിർവചിക്കുന്ന അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന കോർ ആക്ടിവിറ്റിക്ക് മാത്രം സ്ഥിരം തൊഴിലാളി മതി എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ മുഖ്യ ഭാഗമെന്ന് നിർവചിക്കാൻ മുതലാളിക്ക് മാത്രമാണ് അവകാശം. തൊഴിലാളിക്ക് ഒരു അവകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വ്യവസായത്തിലെ മുഴുവൻ ഉൽപാദന പ്രവർത്തനവും കരാർ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കാൻ നിയമപരമായി തൊഴിലുടമക്ക് കഴിയും. ഹയർ ആൻഡ് ഫയർ നയം, തൊഴിലാളിയെ ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നത് മോഡി കോഡ് നിയമമാക്കിയിരിക്കുകയാണ്. പുതിയ വ്യാവസായിക ബന്ധങ്ങളുടെ കോഡ് ഹയർ ആൻഡ് ഫയർ നിയമത്തിന് നിയമപരമായ പിൻബലം നൽകുകയാണ് ചെയ്യുന്നത്. തൊഴിലാളികളെ പിരിച്ചുവിടാനോ സ്ഥാപനം അടച്ചുപൂട്ടാനോ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിക്ക് വേണ്ട തൊഴിലാളികളുടെ എണ്ണത്തിൻ്റെ പരിധി 100-ൽ നിന്ന് 300-ആയി ഉയർത്തിയിരിക്കുകയാണ് ലേബർ കോഡിലൂടെ മോഡി സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ 90%-ലധികം വ്യവസായ സ്ഥാപനങ്ങളിൽ 300-ൽ താഴെ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. അതായത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം തൊഴിലാളികൾക്കും ഇനി ജോലിയുടെ ഒരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. കോഡ് വ്യക്തമാക്കുന്നത് ഗവൺമെന്റിന് ഒരു വിജ്ഞാപനത്തിലൂടെ ഈ പരിധി ഇനിയും ഉയർത്താം എന്നതാണ്. ഇതിനു പുറമെയാണ് തൊഴിലിന്റെ സ്ഥിരവും ശാശ്വതവുമായ സ്വഭാവം എന്ന അടിസ്ഥാന മാനദണ്ഡം തന്നെ നീക്കം ചെയ്തിരിക്കുകയാണ്. പകരം മുഖ്യഭാഗം കോർ ആക്ടിവിറ്റി എന്ന പുതിയ അവ്യക്തമായ ആശയം കൊണ്ടുവന്നിരിക്കുകയാണ്. ഫാക്ടറിയിലെ ഉൽപാദനവുമായി
നേരിട്ട് ബന്ധപ്പെട്ട പണികൾ പോലും ഗവൺമെന്റിന് അല്ലെങ്കിൽ മുതലാളിക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മുഖ്യ ഭാഗമല്ല എന്ന് വിജ്ഞാപനമിറക്കിയാൽ പൂർണ്ണമായും ഇത് കരാർ തൊഴിലാളികളെ കൊണ്ട് മുതലാളിക്ക് ചെയ്യിക്കാമെന്നർത്ഥം. 1926 ട്രേഡ് യൂണിയൻ ആക്ട് തൊഴിലാളിക്ക് സംഘടിക്കാനും കൂട്ടായി വിലപേശാനും പണിമുടക്കാനും എല്ലാമുള്ള നിയമപരമായ അവകാശം നൽകിയതാണ്. എന്നാൽ പുതിയ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനെ കഠിനമായ നടപടിക്രമങ്ങളിലൂടെ ഏതാണ്ട് അസാധ്യമാക്കിയിരിക്കുകയാണ്. ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ സ്ഥാപനത്തിലെയോ വ്യവസായത്തിലെയോ തൊഴിലാളികളുടെ ഏറ്റവും കുറഞ്ഞത് 10% അല്ലെങ്കിൽ 100 പേർ, ഏതാണോ കുറവ് അത്രയും പേർ അംഗങ്ങളായിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. 100 പേർ എന്ന ഉപാധി ഉള്ളതിനാൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിലൊന്നും പുതിയ യൂണിയൻ രൂപീകരിക്കുക എന്നുള്ളത് പ്രായോഗികമായി സാധ്യമല്ലാതാക്കിയിരിക്കുകയാണ്. രജിസ്ട്രാർക്കും ഗവൺമെന്റിനും നൽകിയിരിക്കുന്ന ഏകപക്ഷീയമായ നിയമപരമായ അധികാരമാണ് ഇനി ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനെ സ്വാധീനിക്കാൻ വേണ്ടി പോകുന്നത്. രജിസ്ട്രാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അത് തള്ളിക്കളയാം. ട്രേഡ് യൂണിയന്റെ ഭാരവാഹികളിൽ ഒരു ഫാക്ടറിയിലോ സ്ഥാപനത്തിലോ ജോലി ചെയ്യാത്ത പുറത്തു നിന്നുള്ള നേതാക്കളുടെ എണ്ണം മൊത്തം ഭാരവാഹികളുടെ 1/3 5 അതിലേതാണോ കുറവ് അത് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ലേബർ കോഡ്. ചരിത്രത്തിലുടനീളം തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും അതിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മുഴുവൻ സമയ തൊഴിലാളി പ്രവർത്തകരായ സംഘാടകരും പുറമെ നിന്നുള്ള പരിചയസമ്പന്നരായ നേതാക്കളുമെല്ലാമാണ്. അവരായിരുന്നു നിർണായകമായ പങ്ക് ഇന്ത്യ രാജ്യത്ത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വഹിച്ചത്. അവർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന ഭയമില്ലാത്തതിനാൽ മുതലാളിയുടെ ഭീഷണിയെ വകവെക്കാതെ തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂടുതൽ ധൈര്യത്തോടു കൂടി പോരാടാൻ വേണ്ടി കഴിയുമായിരുന്നു. ഇതെല്ലാം തകർത്തിരിക്കുകയാണ് മോഡി കോഡ്. തൊഴിൽ തർക്കങ്ങളിലെ ത്രികക്ഷി സംഭാഷണങ്ങൾക്ക് പകരം ചർച്ചാ യൂണിയൻ, നെഗോഷിയേറ്റിംഗ് യൂണിയൻ അല്ലെങ്കിൽ ചർച്ചാ സമിതി, നെഗോഷിയേറ്റിംഗ് കൗൺസിൽ എന്ന പേരിൽ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു സ്ഥാപനത്തിൽ ഒരു യൂണിയന് മാത്രം 51% അംഗബലമുണ്ടെങ്കിൽ ആ യൂണിയൻ മാത്രമേ തൊഴിലാളികളുടെ ഏക ചർച്ചാ പ്രതിനിധിയാകൂ എന്നതാണ് വ്യവസ്ഥ. മറ്റുള്ള യൂണിയനുകൾക്ക് മാനേജ്മെന്റുമായി ഔദ്യോഗികമായി ചർച്ച ചെയ്യാനോ വിലപേശാനോ യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല എന്ന് ലേബർ കോഡ് വ്യവസ്ഥ ചെയ്യാണ്. ഏറ്റവും അപകടകരമായ കാര്യം, ഈ അംഗബലം നിർണ്ണയിക്കാനുള്ള മാർഗം ഏത് നിലയിലാണെന്ന് കോഡിൽ ഒരു സ്ഥലത്തും വ്യക്തമാക്കുന്നില്ല. രഹസ്യ വോട്ടെടുപ്പ് നിർബന്ധമില്ല. നടപടികൾ തീരുമാനിക്കാനുള്ള ഏകപക്ഷീയമായ അധികാരം ഗവൺമെന്റിന് അല്ലെങ്കിൽ ഗവൺമെന്റ് നിർണ്ണയിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ്. അവർ തീരുമാനിക്കും ഏത് യൂണിയനാണ് നെഗോഷിയേറ്റിംഗ് യൂണിയൻ എന്ന് അവർ തീരുമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. തൊഴിലാളികളുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് പണിമുടക്കാനുള്ള അവകാശം. ഇത് ഇല്ലാതാക്കലാണ് മോഡി കോഡിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പുതിയ കോഡ് നിയമപരമായി പണിമുടക്ക് എന്നത് പ്രായോഗികമായി അസാധ്യമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. 3 കണികളാണ് മോഡി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കണി പണിമുടക്ക് നോട്ടീസിൽ മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ടുള്ള ആശയക്കുഴപ്പമാണ്. ലേബർ കോഡിന്റെ സെക്ഷൻ 62(1)A പറയുന്നത് പണിമുടക്കിന് 60 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം എന്നാണ്. എന്നാൽ അടുത്ത വകുപ്പ് 62(1)B പറയുന്നു 14 ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകണമെന്ന്. ഇതുകൊണ്ട് തന്നെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, ഇതിൽ ഏതാണോ പണിമുടക്ക് നടത്താതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ആ നിലയിലേക്ക് അത് ഉപയോഗിക്കാൻ തൊഴിലുടമക്കും ഉദ്യോഗസ്ഥന്മാർക്കും കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കണി, എല്ലാ സ്ഥാപനങ്ങളിലും പണിമുടക്ക് ഏതാണ്ട് ശാശ്വതമായി നിരോധിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തൊഴിൽ തർക്കം ഉയർന്നു വന്നാൽ പണിമുടക്ക് നോട്ടീസ് നൽകിയാൽ തൊഴിലുടമക്ക് അനുരഞ്ജനത്തിന് ശ്രമം നടത്താം. എന്നാൽ ആ അനുരഞ്ജനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പണിമുടക്കാൻ വേണ്ടി പാടില്ല. സാധാരണ നിലയിൽ എത്ര വർഷം വേണമെങ്കിലും ഈ അനുരഞ്ജനം തുടർന്നുകൊണ്ടേയിരിക്കാം. അതായത് ഇനി ഒരു സ്ഥാപനത്തിലും പണിമുടക്കുണ്ടാവില്ല എന്നർത്ഥം. തൊഴിലാളികൾ കൂലി അടിമകളായി മുതലാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങി കഴിയേണ്ടി വരും എന്നർത്ഥം. ഒരു കൂട്ടം തൊഴിലാളികൾ ഒന്നിച്ച് അവധിയെടുത്താൽ അത് പണിമുടക്കായി കണക്കാക്കി നിയമ നടപടി സ്വീകരിക്കാൻ തൊഴിലുടമക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. മൂന്നാമത്തെ കടി, നിയമവിരുദ്ധ പണിമുടക്കിൽ പങ്കെടുക്കുന്നവർക്കും അതിന് പ്രേരിപ്പിക്കുന്നവർക്കും പിന്തുണയ്ക്കുന്നവർക്കും എല്ലാം കടുത്ത ശിക്ഷാ വ്യവസ്ഥകളാണ്
ലേബർ കോഡ് ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ 9 നിയമങ്ങൾ റദ്ദാക്കി മോഡി സർക്കാർ കൊണ്ടുവന്നതാണ് സാമൂഹ്യ സുരക്ഷാ കോഡ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡ്. നിലവിലുള്ള എല്ലാ തൊഴിലാളികളുടെ സുരക്ഷാ സംവിധാനങ്ങളെയും ബോധപൂർവം ദുർബലപ്പെടുത്തി അരക്ഷിതത്വത്തിന്റെ ഒരു പുതിയ യുഗം കുറിക്കുകയാണ് മോഡി ലേബർ കോഡിലൂടെ ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ പ്രഹരം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനാണ്. തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും വിഹിതം ഇപ്പോഴത്തെ 12% നിന്ന് 10% കുറയ്ക്കാൻ ലേബർ കോഡ് വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. തൊഴിലാളിയുടെ 12% വിഹിതം 10% കുറയ്ക്കുമ്പോൾ അതേ അനുപാതത്തിൽ മുതലാളിയുടെ വിഹിതവും കുറയ്ക്കുകയാണ്. മുതലാളിക്ക് ആ പണം കുറവ് വരുന്നതിലൂടെ ലാഭം ഉണ്ടാവും. എന്നാൽ തൊഴിലാളിക്ക് അവൻ്റെ സമ്പാദ്യത്തിൽ വലിയ ഇടിവാണ്, വലിയ തിരിച്ചടിയാണ് ഈ വ്യവസ്ഥയിലൂടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. EPF വിഹിത നിരക്ക് 12% നിന്ന് 10% കുറയ്ക്കാനുള്ള അധികാരം ലേബർ കോഡ് ഗവൺമെന്റിന് നൽകുന്നതോടൊപ്പം തന്നെ ഏത് സമയത്തും ഈ വിഹിതത്തിൽ മാറ്റം വരുത്താൻ ഗവൺമെന്റിന് അധികാരം നൽകുക കൂടിയാണ് ലേബർ കോഡ് ചെയ്യുന്നത്. ഇത് 8% 6% ഒക്കെ ഗവൺമെന്റിന് ഒരു വിജ്ഞാപനത്തിലൂടെ കഴിയും. ഇത് തൊഴിലാളിയുടെ വാർദ്ധക്യകാല സാമ്പത്തിക സുരക്ഷിതത്വത്തിനേറ്റ കനത്ത പ്രഹരമാണെന്ന് മാത്രമല്ല, ഭാവിയിൽ EPF ഇല്ലാതെയാക്കുന്ന നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിപാടിയുമാണ്. ESIയെ സംബന്ധിച്ചു ഇത് വ്യത്യസ്തമൊന്നുമല്ല. നിയമലംഘനങ്ങൾക്കുള്ള പിഴയും പലിശ നിരക്കും എല്ലാം കുത്തനെ കുറച്ചിരിക്കുകയാണ്. ഇനി തൊഴിലുടമക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ESI നടപ്പിലാക്കിയാൽ മതി, നിർബന്ധമില്ല. പഴയ നിയമം അനുസരിച്ച് ഫാക്ടറികളിൽ, തൊഴിൽ സ്ഥാപനങ്ങളിൽ ESI നിർബന്ധമായിരുന്നുവെങ്കിൽ ഇനി തൊഴിലുടമയുടെ ഔദാര്യം മാത്രമായിരിക്കും ESI എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വഞ്ചന അസംഘടിത മേഖലയിലെ തൊഴിലാളികളോടാണ് മോഡി കോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ എന്ന് മോഡി പ്രചരിപ്പിക്കുമ്പോൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഒരു പുതിയ സ്കീമോ ആനുകൂല്യമോ ഫണ്ട് വിനിയോഗമോ ലേബർ കോഡിൽ എവിടെയും വ്യവസ്ഥ ചെയ്തിട്ടില്ല. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, ആമസോൺ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഡെലിവറി ബോയ്കളായും ഡ്രൈവർമാരായും എല്ലാം ജോലി ചെയ്യാണ്. എന്നാൽ പുതിയ ലേബർ കോഡുകൾ ഇവരെ തൊഴിലാളി എന്ന് പോലും അംഗീകരിക്കുന്നില്ല. മറിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്ന പങ്കാളികൾ, പാർട്ട്നേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഗിഗ് തൊഴിലാളികൾക്ക് മിനിമം കൂലി ബാധകമല്ല. കമ്പനിയുടെ അൽഗോരിതം തീരുമാനിക്കുന്ന തുച്ഛമായ തുകയാണ് അവരുടെ കൂലി. ദിവസം 12 മണിക്കൂർ വരെ തുടർച്ചയായി വണ്ടി ഓടിച്ചാലും ഓവർ ടൈം കൂലി അവർക്കില്ല. അപകടത്തിൽപ്പെട്ടാൽ കമ്പനിക്ക് യാതൊരു ബാധ്യതയുമില്ല. റേറ്റിംഗ് കുറഞ്ഞാലോ ഒരു പരാതി വന്നാലോ അൽഗോരിതം ID ബ്ലോക്ക് ചെയ്ത് ആ തൊഴിലാളിയെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടാൻ കമ്പനികൾക്ക് നിഷ്പ്രയാസം കഴിയും. പുതിയ ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് ഫാക്ടറിയിലെ തൊഴിലാളികളുടെ മാനദണ്ഡം അത് മാറ്റിയിരിക്കുക. നേരത്തെ വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ 10 തൊഴിലാളികളും വൈദ്യുതി ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ 20 തൊഴിലാളികളും ഉണ്ടെങ്കിൽ അതിനെ ഫാക്ടറിയായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ലേബർ കോഡ് അത് നേരെ ഇരട്ടിയാക്കിയിരിക്കുന്നു. 20ഉം 40ഉമാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് 94.6% കാർഷികേതര സ്ഥാപനങ്ങളും 5ൽ താഴെ തൊഴിലാളികളെ മാത്രം നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്. രാജ്യത്തെ ഏതാണ്ട് 90% വ്യാവസായിക തൊഴിലാളികളും ഈ വ്യവസ്ഥയിലൂടെ എല്ലാ തൊഴിൽ നിയമ സംരക്ഷണങ്ങളിൽ നിന്നും സമ്പൂർണമായി പുറന്തള്ളപ്പെടാൻ പോവുകയാണ്. പുതിയ വേതന കോഡ് കൂലിയുടെ നിർവചനം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. തൊഴിലാളിയുടെ വിയർപ്പിന് ലഭിക്കേണ്ട കൂലി കവർന്നെടുക്കുകയാണ്, കൊള്ളയടിക്കുകയാണ് ലേബർ കോഡിലൂടെ മോഡി സർക്കാരും കോർപ്പറേറ്റ് സഖ്യവും ചേർന്ന് ചെയ്യുന്നത്. പുതിയ നിർവചനം അനുസരിച്ച് കൂലി എന്നാൽ അടിസ്ഥാന ശമ്പളം, ക്ഷാമബത്ത, റീറ്റൈനിങ് അലവൻസ് എന്നിവ മാത്രമാണ്. ഓവർ ടൈം കൂലി, അവധി ദിവസത്തെ വേതനം, ലീവ് സമയത്ത് നൽകുന്ന പേയ്മെന്റ് ഇവയൊന്നും ഇനി കൂലിയുടെ ഭാഗമല്ല എന്ന് ലേബർ കോഡ് വ്യവസ്ഥ ചെയ്യാം. 15ാം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് അംഗീകരിച്ചതും സുപ്രീം കോടതി ശരിവെച്ചതുമായ മാനദണ്ഡ പ്രകാരം ഒരു തൊഴിലാളിക്കും കുടുംബത്തിനും വേണ്ട ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയുടെ ഏറ്റവും കുറഞ്ഞ ചെലവ് കണക്കാക്കിയാണ് മിനിമം കൂലി നിശ്ചയിക്കുന്നത്. എന്നാൽ പുതിയ കോഡ് ഫ്ലോർ വേജ്, തറനിരപ്പ് കൂലി എന്ന വിഷസങ്കല്പം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്.
2019 കേന്ദ്ര സർക്കാർ തന്നെ ഇത് സംബന്ധിച്ച് ഒരു കമ്മീഷൻ നിശ്ചയിച്ചിരുന്നു. അനൂപ് സപ്തതി കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിയുടെ പേര്. അനൂപ് സപ്തതി കമ്മിറ്റി ഒരു ദിവസം 375 രൂപയായിരുന്നു മിനിമം കൂലിയായി ശുപാർശ ചെയ്തത്. എന്നാൽ അന്നു മുതൽ ഇന്നേ വരെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫ്ലോർ വേജ് എന്ന് പറയുന്നത് 178 രൂപയാണ്. അതിപ്പോഴും രാജ്യത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന വളരെ പരിമിതമായ സംരക്ഷണങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയാക്കാണ് ലേബർ കോഡുകൾ ചെയ്യുന്നത്. 1979 അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളി നിയമം റദ്ദാക്കി അവരെ വെറും കരാർ തൊഴിലാളികളുടെ വിഭാഗത്തിൽ ലയിപ്പിച്ചിരിക്കുകയാണ് ലേബർ കോഡ് ചെയ്യുന്നത്. 49 കുടിയേറ്റ തൊഴിലാളികളെ വരെ യാതൊരു നിയമപരമായ നിയന്ത്രണവുമില്ലാതെ ഒരു കരാറുകാരന് കൊണ്ടുവരാം, ജോലി ചെയ്യിക്കാം, അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കാം. ഇനി ഇതിന് നിയമപരമായ ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ലേബർ കോഡ് നിലവിൽ വരുന്നതോടുകൂടി സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. പഴയ നിയമത്തിലെ കുടിയേറ്റ തൊഴിലാളികളുടെ യാത്രാ ചെലവ്, താമസ സൗകര്യം, വൈദ്യസഹായം തുടങ്ങിയ നിരവധി വ്യവസ്ഥകൾ പുതിയ കോഡിൽ എവിടെയും എഴുതി ചേർത്തിട്ടില്ല. പകരം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പ്രകാരം എന്ന അവ്യക്തതയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളത്. ജോലി സമയം 8 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറിലേക്ക് മാറ്റുകയാണ് ലേബർ കോഡ് ചെയ്തിരിക്കുന്നത്. ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡിൽ ഒരിടത്ത് പറയുന്നു, ഒരു തൊഴിലാളിയോടും ഒരു ദിവസത്തിൽ 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ ആവശ്യപ്പെടാനോ അങ്ങനെ ചെയ്യിക്കുവാനോ പാടില്ല എന്ന്. ഇത് അന്താരാഷ്ട്ര തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായ ഒരു നിബന്ധന ഒരു രാജ്യത്ത് ഉണ്ടാവണം, നിയമത്തിൽ ഉണ്ടാവണം എന്നതിനു വേണ്ടി ആലങ്കാരികമായി എഴുതി വെച്ചതാണെന്ന് മാത്രം. എന്നാൽ തൊട്ടടുത്ത വരിയിൽ തന്നെ ബന്ധപ്പെട്ട ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇടവേളകളും വിശ്രമവും ഉൾപ്പെടെ മൊത്തം ജോലി സമയത്തിന്റെ വ്യാപ്തി 12 മണിക്കൂർ വരെ നീട്ടാം എന്നും എഴുതി വച്ചിരിക്കുകയാണ്. പഴയ ഫാക്ടറീസ് ആക്ട് വ്യക്തമായി പറഞ്ഞിരുന്നു, ഓവർ ടൈമിന് ഇരട്ടി കൂലി നൽകണം. ഒരു തൊഴിലാളിക്ക് ചെയ്യാവുന്ന ഓവർ ടൈം ജോലിക്ക് പരിധി നിശ്ചയിച്ചിരുന്നു. പുതിയ കോഡ് ആഴ്ചയിലെ പരമാവധി ജോലി സമയം പോലും കൃത്യമായി നിർവചിക്കാതെ വിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇനി ഓവർ ടൈമുമില്ല, ഓവർ ടൈം കൂലിയുമില്ല. 12-14 മണിക്കൂർ തൊഴിലാളികളെ കൂലി അടിമകളാക്കി ജോലി ചെയ്യിപ്പിക്കാൻ ഇതുകൊണ്ട് തന്നെ തൊഴിലുടമകൾക്ക് കഴിയുന്നു. തൊഴിലാളി അതിന് നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. തൊഴിലിടങ്ങളിലെ നിയമലംഘനങ്ങൾ പരിശോധിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഇല്ലാതെയാവുകയാണ്. ലേബർ ഇൻസ്പെക്ടർമാരെ ലേബർ ഇൻസ്പെക്ടർ എന്ന പദവി തന്നെ എടുത്തു മാറ്റി ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ ജോലി തൊഴിലിടങ്ങളിലെ നിയമലംഘനങ്ങൾ പരിശോധിച്ച് കുറ്റം കണ്ടെത്തി ശിക്ഷ വിധിക്കലല്ല, മറിച്ച് നിയമം മനസ്സിലാക്കാൻ, അത് നടപ്പിലാക്കാൻ തൊഴിലുടമയെ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയുമാണ്. ബിസിനസ് നടത്താൻ അവരെ സഹായിക്കലാണ് ലേബർ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്ററുടെ ഇനിയുള്ള പണി എന്ന് പറയുന്നത്. ഇനി ഫാക്ടറിയിൽ മുൻകൂർ അറിയിപ്പില്ലാതെ പ്രവേശിക്കാൻ പോലും ലേബർ ഇൻസ്പെക്ടർമാർക്ക് അധികാരമില്ല. കൂടാതെ പരിശോധന വെബ് അധിഷ്ഠിതമായോ ഫോണിലൂടെയോ മാത്രം നടത്തിയാൽ മതി എന്നാണ് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തൊഴിലാളിക്ക് നേരിട്ട് കോടതിയിൽ കേസ് കൊടുക്കാനുള്ള അവകാശം പോലും ലേബർ കോഡ് നീക്കം ചെയ്തിരിക്കുകയാണ്. നിലവിലുള്ള ലേബർ കോടതികളെ റദ്ദാക്കി പകരം ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലുകൾ എന്ന അർദ്ധ ജുഡീഷ്യൽ സംവിധാനമാണ് ലേബർ കോഡ് വഴി ഇനി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുക. ഒരു തൊഴിൽ തർക്കം അതിൻ്റെ അനുരഞ്ജനം പരാജയപ്പെട്ടതിന് ശേഷം ട്രൈബ്യൂണലിലേക്ക് വിട്ടുകൊടുക്കുക എന്ന ഗവൺമെന്റിന്റെ നിർബന്ധിതമായ ഉത്തരവാദിത്വം ലേബർ കോഡ് ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെന്റിന് ഇഷ്ടം പോലെ വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട, അതെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു തൊഴിലാളിക്ക് തർക്കം ഉന്നയിക്കാനുള്ള കാലാവധി നേരത്തെ 3 വർഷമായിരുന്നു. 3 വർഷത്തിനിടയിൽ തർക്കം ഉന്നയിച്ചാൽ മതി. ഇതിപ്പോൾ 2 വർഷമാക്കി കുറച്ചിരിക്കുകയാണ്. 100-ൽ കൂടുതൽ തൊഴിലാളികളുള്ള എല്ലാ സ്ഥാപനങ്ങളും തങ്ങളുടെ തൊഴിൽ നിബന്ധനകൾ രേഖപ്പെടുത്തിയ സ്റ്റാൻഡിംഗ് ഓർഡറുകൾ തയ്യാറാക്കി സർക്കാരിന്റെ അംഗീകാരത്തോട് പ്രദർശിപ്പിക്കണമെന്നായിരുന്നു നമ്മുടെ വ്യവസ്ഥ, നിയമം. പുതിയ കോഡ് അനുസരിച്ച് ഇനി 300-ൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ സ്റ്റാൻഡിംഗ് ഓർഡറുകൾ ബാധകമാവുകയുള്ളൂ. അതായത് തൊഴിലിടങ്ങളിൽ ഇനി മുതലാളി എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമേ നടപ്പിലാക്കൂ എന്ന് കേന്ദ്ര സർക്കാർ ലേബർ കോഡുകളിലൂടെ പ്രഖ്യാപിക്കുകയാണ്.
1976 തുല്യ പ്രതിഫല നിയമം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ കൂലി എന്നത് ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ ലേബർ കോഡ് ഈ നിയമത്തെ റദ്ദ് ചെയ്ത് സ്ത്രീ തൊഴിലാളികളെ വലിയ ചൂഷണത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വേതന കോഡ് കൂലി എന്നതിനെ അടിസ്ഥാന ശമ്പളമാക്കി മാത്രം ചുരുക്കി. ഇതിലൂടെ മറ്റ് അലവൻസുകൾ, ബോണസ്, ഓവർ ടൈം എന്നിവയിലെല്ലാം വരുന്ന വിവേചനങ്ങൾ ചോദ്യം ചെയ്യാൻ പോലും സ്ത്രീ തൊഴിലാളികൾക്ക് നിയമപരമായ മാർഗമില്ലാതെയായി മാറിയിരിക്കുകയാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും എന്ന പേരിലാണ് മോദി ലോകം മുഴുവൻ ലേബർ കോഡുകളിലെ ചില ഭാഗങ്ങളെക്കുറിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങളിൽ ഭൂഗർഭ ഖനികളിലും രാസവസ്തു നിർമ്മാണശാലകളിലും പടക്ക തീപ്പട്ടി നിർമ്മാണശാലകളിലുമെല്ലാം രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള നേരത്തെ നിരോധിച്ചിരുന്ന സമയത്ത് പോലും സ്ത്രീ തൊഴിലാളികളെ ജോലിക്ക് വെക്കാം എന്ന് ലേബർ കോഡുകളിലൂടെ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ശിശുപരിപാലനത്തിനുള്ള സൗകര്യം, ക്രഷ് സംവിധാനങ്ങൾ എല്ലാം ദുർബലമാക്കി. നേരത്തെ 30-ലധികം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഫാക്ടറികളിൽ ക്രഷ് നിർബന്ധമായിരുന്നു. ഇപ്പോൾ അത് 50-ലധികമാക്കി ഉയർത്തിയെന്ന് മാത്രമല്ല, നിയമപരമായി തൊഴിലുടമകൾക്ക് ഇക്കാര്യത്തിൽ ഒരു നിർബന്ധവുമില്ല. അടുത്തുള്ള അംഗനവാടിയിൽ ഏർപ്പാടാക്കി കൊടുത്താൽ മതി എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി രൂപീകരിച്ച ചില സവിശേഷ മേഖലാ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. ഇതെല്ലാം റദ്ദാക്കിയിരിക്കുക. പ്ലാന്റേഷൻ ലേബർ ആക്ട്, മൈൻസ് ആക്ട്, ബീഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് ആക്ട്, ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട്, അങ്ങനെ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് ഉൾപ്പെടെ 13 സവിശേഷ മേഖലാ നിയമങ്ങളെല്ലാം പുതിയ കോഡുകൾ നിലവിൽ വരുന്നതോടുകൂടി റദ്ദാക്കപ്പെടുകയാണ്. ഇത് കോടിക്കണക്കിന് തൊഴിലാളികൾക്ക്, പട്ടിണി പാവങ്ങൾക്ക് അവരുടെ പ്രത്യേക പരിമിതമായ സംരക്ഷണ കവചങ്ങളെ ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. ആ തൊഴിലാളികളെ തൊഴിലുടമകൾക്ക് ഇനി ഏത് നിലയിലും കൂലി അടിമകളാക്കി വെക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് നിർമ്മാണ മേഖല. ഇതിലെ തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതി പൂർണ്ണമായും തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും എല്ലാം നൽകുന്നതിന് നിർമ്മാണ പ്രവൃത്തിയിൽ നിന്ന് സെസ് സമാഹരിച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. ഇപ്പോൾ സെസ് പിരിക്കാനുള്ള പരിധി 10 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷമായി വർദ്ധിപ്പിച്ചതിലൂടെ ക്ഷേമനിധി ബോർഡുകളുടെ വരുമാനം കുത്തനെ കുറയും, ക്ഷേമനിധി ബോർഡുകൾ ഇല്ലാതെയാവും. ഇതുമാത്രമല്ല, ഈ ക്ഷേമ ബോർഡുകളുടെ പണം വകമാറ്റി ചെലവഴിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് ഇതിൻ്റെ കൂടെ ലേബർ കോഡ് അനുവാദം നൽകുക ചെയ്തുകൂടിയിരിക്കുകയാണ്. തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ വിലയായ ഈ ഫണ്ട് അവരുടെ ക്ഷേമത്തിന് പകരം സർക്കാരിൻ്റെ മറ്റ് പദ്ധതികളിലോ ഓഹരി വിപണിയിലോ ഒക്കെ നിക്ഷേപിക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക്, വഴിതിരിച്ചുവിടാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക് ലേബർ കോഡിൽ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നു. 4 ലേബർ കോഡുകളും തൊഴിലാളികളുടെ ജീവിതത്തെയും ജോലിയെയും ബാധിക്കുന്ന 102-ലധികം നിർണായകമായ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു നിയമവ്യവസ്ഥയും ഉണ്ടാക്കിയിട്ടില്ല. പകരം ബന്ധപ്പെട്ട ഗവൺമെന്റിന് വിജ്ഞാപനത്തിലൂടെ നിശ്ചയിക്കാം എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന് ചട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന അവ്യക്തവും സ്വേച്ഛാധിപത്യപരവുമായ പദപ്രയോഗങ്ങൾ മാത്രമാണ് 102 കാര്യങ്ങളിലുള്ളത്. ഇതിലൂടെ നമ്മുടെ രാജ്യത്ത് പാർലമെന്ററി ജനാധിപത്യത്തെ നിഷ്പ്രഭമാക്കുകയും ഭരണകക്ഷിയുടെ സ്വേച്ഛാധിപത്യം നിയമവിധേയമാക്കുകയും ചെയ്യുകയാണ് ലേബർ കോഡുകൾ ചെയ്യുന്നത്. പുതിയ വേതന കോഡ് തൊഴിലാളിയുടെ ബോണസ് അവകാശം തന്നെ ഇല്ലാതെയാക്കുന്ന നിലയിലേക്കുള്ള വ്യവസ്ഥകളാണുള്ളത്. ബോണസ് കണക്കാക്കുന്നതിനുള്ള മിച്ചം തൊഴിലാളികൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇനിയില്ല. ലേബർ കോഡുകൾ അത് നിരോധിച്ചിരിക്കുകയാണ്. ഒരു വ്യവസായത്തിൽ എത്ര രൂപ ലാഭമുണ്ട് എന്ന് കണക്കാക്കിയാണ് ആ ലാഭത്തിൽ നിന്നുള്ള വിഹിതമാണ് തൊഴിലാളിക്ക് നൽകുക. സമ്പത്ത് ഉൽപ്പാദിപ്പിച്ച് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ അധ്വാനം മുഴുവൻ വിനിയോഗിച്ച തൊഴിലാളിക്ക് അതിൻ്റെ ഒരു പങ്ക് നൽകുക എന്നുള്ളതാണ് ബോണസ് ആക്ട് ഏറ്റവും പ്രധാനമായി ഇന്ത്യൻ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന അവകാശം എന്ന് പറയുന്നത്. എന്നാൽ ലേബർ കോഡ് പറയുന്നു, ഓഡിറ്റ് ചെയ്യപ്പെട്ട അക്കൗണ്ടുകൾ ഇനി തൊഴിലാളിക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല, ട്രേഡ് യൂണിയനുകൾ ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല, ഒരാൾക്കും ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. മാറ്റിവെക്കാവുന്ന മിച്ചം നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ആ ബാലൻസ് ഷീറ്റ് പരിശോധിക്കാൻ തൊഴിലാളിക്ക് അവകാശമില്ലാതെ വന്നാൽ
പിന്നെ ബോണസ് ഉണ്ടാവില്ല. മുതലാളി പറയുന്ന നഷ്ടക്കണക്ക് തൊഴിലാളി അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടാവില്ല. സ്കീം തൊഴിലാളികളും വീട്ടുജോലിക്കാരും ഉൾപ്പെടെ കോടിക്കണക്കായി അധ്വാനിക്കുന്ന മനുഷ്യരെയാണ് ലേബർ കോഡ് അവഗണിച്ചിരിക്കുന്നത്. അംഗനവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ, മറ്റ് സർക്കാർ പദ്ധതികളിൽ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നവർ, ഇവരെ ഒന്നും പുതിയ ലേബർ കോഡുകളിൽ ഒരിടത്തും തൊഴിലാളിയായി നിർവചിച്ചിട്ടില്ല. ഏറ്റവും ദാരുണമായ ഉദാഹരണം എന്ന് പറയുന്നത് ഉച്ചഭക്ഷണ പാചകക്കാരെ കുറിച്ചുള്ള കാര്യമാണ്. പല സംസ്ഥാനങ്ങളിലും ഇവരുടെ പ്രതിമാസ വേതനം 1000 രൂപയിൽ താഴെയാണ്. അതായത് ദിവസം 38 രൂപ മാത്രമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വീട്ടുജോലിക്കാരായ ഏതാണ്ട് 1/2 കോടിയോളം വരുന്ന ഭൂരിഭാഗവും സ്ത്രീ തൊഴിലാളികളായ തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു കാര്യവും ലേബർ കോഡിൽ എഴുതി ചേർത്തിട്ടില്ല. ഇവരെ ഒരു നിയമത്തിൻ്റെയും ഒരു സുരക്ഷയുടെയും ഒരു വകുപ്പിൻ്റെയും പരിധിയിൽ കൊണ്ടുവരാൻ മോഡി സർക്കാർ ഈ കോഡുകളിലൂടെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ മറ്റൊരു കാര്യം. ചുരുക്കത്തിൽ ബ്രിട്ടീഷുകാർക്ക് പോലും സാധിക്കാത്തത്ര ക്രൂരമായ ചൂഷണത്തിനാണ് ലേബർ കോഡുകൾ ഇന്ത്യ രാജ്യത്ത് വഴിയൊരുക്കുന്നത്. ഈ പുനർകോളനിവൽക്കരണത്തിനെതിരായ നമ്മുടെ പോരാട്ടങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്തി കൊണ്ടുപോവുകയല്ലാതെ നിവൃത്തിയില്ല. കോളനിവൽക്കരണത്തിന്റെ കാലത്ത് നമ്മുടെ പൂർവികന്മാർ നടത്തിയ ഉജ്ജ്വലങ്ങളായ പോരാട്ടങ്ങളുടെ ചരിത്രവും അനുഭവവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് വർത്തമാനകാലത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ലോകത്തെല്ലായിടത്തും മുതലാളിത്ത നിയമവ്യവസ്ഥ എന്നത് മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെ ഒരു കൂട്ടമാണ്, സമാഹാരമാണ്. ഈ നിയമങ്ങൾ ഒരിക്കലും നിഷ്പക്ഷമായിരുന്നില്ല. അവയെല്ലാം ഇപ്പോഴും മുതലാളിത്തത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയാണ് രൂപപ്പെടുത്തിയിരുന്നത്. നമ്മുടെ രാജ്യത്തും ഇത് തന്നെയാണ് സ്ഥിതി, വ്യത്യസ്തമൊന്നുമല്ല. ഇപ്പോൾ ഈ നിയമങ്ങൾ സംഹിതകളായി, കോഡുകളായി പുനഃക്രമീകരിക്കുമ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ കൂടുതൽ ചുരുക്കപ്പെടുകയും മുതലാളിമാരുടെ തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള ശക്തി കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കേന്ദ്ര സർക്കാർ 4 തൊഴിൽ കോഡുകൾക്കും ചട്ടങ്ങൾ, റൂൾസ് പുറത്തിറക്കിയതോടെ പുതിയ തൊഴിൽ കോഡുകൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യത്ത്. ഇതിലൂടെ മോഡി ചെയ്യുന്നത് തൊഴിൽ മേഖലയുടെ അടിത്തറ തന്നെ മാറ്റുന്ന ഒരു വലിയ പൊളിച്ചെഴുത്താണ്. എളുപ്പത്തിൽ പിരിച്ചുവിടൽ, കരാർ ജോലി വ്യാപിപ്പിക്കൽ, കൂടുതൽ സമയം ജോലി ചെയ്യിക്കൽ, മിനിമം കൂലി പോലും നൽകാതിരിക്കൽ, ഇതെല്ലാം നിയമവിരുദ്ധമായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം നിയമപരമായ അംഗീകാരം തൊഴിലുടമകൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലേബർ കോഡുകളുടെ നടത്തിപ്പ് കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് മുമ്പ് തൊഴിലുടമകൾ നിയമവിരുദ്ധമായി ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് നിയമവിധേയമാക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഇന്ത്യ ഒരു മുതലാളിത്ത വികസന പാത സ്വീകരിക്കുന്ന ഒരു മുതലാളിത്ത രാഷ്ട്രമായതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനമായി രാജ്യത്തെ വലിയ വ്യവസായികളുടെയും ബിസിനസ്സുകാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയമാണ് തുടർന്നത്. സ്വാതന്ത്ര്യാനന്തരം തന്നെ ഈ ഒരു ശ്രമമാണ്, വികസന പാതയാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. ലോകത്തെല്ലായിടത്തുമുള്ള അനുഭവം ഇത് തന്നെയാണ്. 1848 മാർക്സും ഏംഗൽസും ചേർന്ന് പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നു, ആധുനിക രാഷ്ട്രത്തിന്റെ ഭരണകൂടം എന്നത് ആ രാജ്യത്തെ ബൂർഷ്വാസിയുടെ പൊതുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റി അല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരുന്നു. ഭരണകൂടം എന്നത് ഒരു സമൂഹത്തിലെ ആധിപത്യ വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഉപകരണം മാത്രമാണ്. മുതലാളിത്തത്തിന് അധ്വാനിക്കുന്നവരെ ചൂഷണം ചെയ്ത് സമ്പത്ത് കുന്നുകൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി. അതുകൊണ്ട് തന്നെ ഒരു മുതലാളിത്ത സമൂഹത്തിൽ സമ്പത്തിന്റെ അസമത്വം ഭീകരമായ നിലയിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷമാകുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ രാഷ്ട്രസമ്പത്തിന്റെ 3% മാത്രമാണ് 50% വരുന്ന ജനങ്ങളുടെ കയ്യിലുള്ളത് എന്ന കണക്കുകൾ പുറത്തു വരുന്നത്. ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 40%, 1% വരുന്ന അതിസമ്പന്നന്മാർ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കിന്റെ മറുപുറം. ഇതിൽ 5 പേർ ഈ രാജ്യത്തെയാകെ വിലക്ക് വാങ്ങാൻ വേണ്ടി പറ്റാവുന്ന സമ്പത്തിങ്ങനെ കുന്നുകൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ സമ്പത്ത് പ്രതിദിനം 53 കോടിയോളമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകളെല്ലാം കാണിക്കുന്നത്. ഇവരുടെ ഈ സമ്പത്ത് വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ള പണിയാണ് മോഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്
അധ്വാനിക്കുന്നവർക്ക് മുകളിൽ അക്രമാസക്തമായ അടിച്ചമർത്തലുകളുടെ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുകയാണ്. പൊതുസമ്പത്തിന്റെ തീവ്രമായ സ്വകാര്യവൽക്കരണം, കോർപ്പറേറ്റ് നികുതി ഇളവുകൾ, തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ, അനിയന്ത്രിതമായ ഇളവുകൾ നൽകൽ, അങ്ങനെ മൂലധനത്തിന് കൂടുതൽ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുകയും അതുവഴി അസമത്വം വർദ്ധിപ്പിക്കുകയുമാണ് ലോകത്തെ ഭരണകൂടങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർക്കാരും അതിൻ്റെ പിന്തുണക്കാരും എല്ലാം ഈ ഒരു അവസ്ഥയെ സാമ്പത്തിക വളർച്ചയ്ക്കും നിക്ഷേപത്തിനും ആവശ്യമായ പരിഷ്കാരങ്ങളായി പ്രചരിപ്പിച്ച് ജനകീയ പ്രതിഷേധങ്ങളെ ദുർബലപ്പെടുത്തുകയും ജനങ്ങളുടെ ഐക്യത്തെ തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. രാജ്യത്താകെ ഉയർന്നു വന്ന തൊഴിലാളി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻ സർക്കാരുകൾ മാറ്റിവെച്ച പല കാര്യങ്ങളും മോഡി സർക്കാർ ഭ്രാന്തമായും അക്രമാസക്തമായും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിൽ വലിയ ചർച്ചകളോ എതിർപ്പുകളോ ഇല്ലാതെ ഇടതുപക്ഷം ദുർബലമായ ഒരു സാഹചര്യം മുതലെടുത്ത് അവർ ഈ 4 കോഡുകളും അസാധാരണമായ വേഗത്തിലാണ് പാസാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുതലാളിത്തം എന്നത് ലാഭാധിഷ്ഠിത വ്യവസ്ഥയാണ്. മുതലാളിത്തത്തിൻ്റെ മൂലധനത്തിൻ്റെ അടിസ്ഥാന പ്രേരക ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയല്ല, സാമൂഹ്യ നന്മയല്ല, മറിച്ച് ലാഭമാണ്, ലാഭം മാത്രമാണ്. ലാഭനിരക്ക് ഉയരുന്നതിനനുസരിച്ച് മൂലധനം കൂടുതൽ അപകട സാധ്യതകളും നിയമലംഘനങ്ങളും ചൂഷണ രീതികളും എല്ലാം ഭ്രാന്തമായ നിലയിൽ നടത്തും എന്നുള്ളതാണ് ലോകത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. സഖാവ് കാറൽ മാർക്സ് തൻ്റെ വിഖ്യാത ഗ്രന്ഥമായ മൂലധനത്തിൻ്റെ ലാഭക്കൊതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഇങ്ങനെയാണ്: മൂലധനത്തിന് 10% ലാഭം ഉറപ്പായാൽ അത് എവിടെയും നിക്ഷേപിക്കപ്പെടും. 20% ലാഭം കിട്ടിയാൽ അത് ഉത്സാഹഭരിതമാവും. 50% ലാഭം കിട്ടിയാൽ അത് ധീരമാവും. 100% ലാഭം കിട്ടിയാൽ അതെല്ലാ മാനുഷിക നിയമങ്ങളെയും ചവിട്ടി മെതിക്കാൻ തയ്യാറാവും. 300% ലാഭം കിട്ടിയാൽ അത് എന്തു കുറ്റകൃത്യവും ചെയ്യാൻ മടിക്കില്ല. തൂക്കിലേറ്റപ്പെടാനുള്ള അപകടം പോലും അത് അവഗണിക്കും. അതിൻ്റെ ഉടമസ്ഥനെ വേണമെങ്കിൽ തൂക്കിക്കൊല്ലും. ഈ ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രയാണത്തിൽ മുതലാളിത്തം പലപ്പോഴും വലിയ പ്രതിസന്ധികളിൽ അകപ്പെടുമെന്നുള്ളതാണ് ചരിത്രം. അതായത് ലാഭം കൂട്ടാൻ കൂടുതൽ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കും. എല്ലാ മുതലാളിമാരും ലാഭം കൂട്ടാൻ ഇങ്ങനെ അമിതമായ നിലയിലേക്കുള്ള ഉൽപ്പാദനം നടത്തിയാൽ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ട് തന്നെ ഈ സാധനങ്ങൾ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി പറ്റാതെ മാർക്കറ്റ് കിടക്കും. അപ്പോൾ ലാഭം കുറയും, നിക്ഷേപം കുറയും, വ്യവസായങ്ങൾ സ്തംഭിക്കും. ഇതൊരു സാർവത്രികമായ കുഴപ്പത്തിലേക്ക് മുതലാളിത്തത്തെ ഘട്ടം ഘട്ടമായി എത്തിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മുതലാളിത്തം വിവിധ നിലകളിലേക്കുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എളുപ്പവഴി എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. കൂലി കുറയ്ക്കുക, ആനുകൂല്യങ്ങൾ കുറയ്ക്കുക, തൊഴിലാളികളെ എളുപ്പത്തിൽ പിരിച്ചുവിടുക, ഇതെല്ലാമാണ് അവർ കാണുന്ന ഏറ്റവും നല്ല പരിഹാര മാർഗം. സമൂഹത്തിൽ സമ്പത്തിൻ്റെ ഉൽപ്പാദനം നടക്കണമെങ്കിൽ 3 ഘടകങ്ങളാണ് വേണ്ടത്. 1 മനുഷ്യൻ്റെ അധ്വാനം വേണം, 2 അസംസ്കൃത വസ്തുക്കൾ വേണം, 3 സാങ്കേതിക വിദ്യയും യന്ത്രങ്ങളും വേണം. ഇവ 3ഉം ചേരുമ്പോഴാണ് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിൽ ലാഭമുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക എന്നാൽ തൊഴിലാളിയുടെ കൂലിയും ആനുകൂല്യങ്ങളും കുറയ്ക്കുക എന്നുള്ളതാണ്. തൊഴിലാളിയുടെ അധ്വാനത്തെ പരമാവധി ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ഈ ചൂഷണം നിയമപരമായി സാധ്യമാക്കാനാണ് മോഡി സർക്കാർ ഈ പുതിയ നിയമസംഹിതകൾ കൊണ്ടുവന്നിരിക്കുന്നത്. കോവിഡിന് ശേഷം മുതലാളിത്തം അതിൻ്റെ വ്യവസ്ഥാപരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മുതലാളിത്ത വ്യവസ്ഥയുടെ അടിത്തറയിൽ തന്നെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മുതലാളിത്ത വ്യവസ്ഥക്കുള്ളിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയാം. മുതലാളിത്ത വ്യവസ്ഥക്കകത്തു തന്നെയുള്ള ധാരാളം വൈവിധ്യങ്ങളാണ് ഈ പ്രതിസന്ധിയുടെ കാരണം. ഒരു ഭാഗത്ത് മുതലാളിമാർ കൂടുതൽ ലാഭത്തിനായി കൂടുതൽ ഉൽപാദനം നടത്തും, ചരക്കുൽപാദനം നടത്തും. തൊഴിലാളിയുടെ കൂലി കുറച്ച് ഉൽപാദന ചെലവ് കുറയ്ക്കാനുള്ള പണി ഇപ്പുറത്തെടുത്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഭാഗമായി തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം മാത്രം കിട്ടുമ്പോൾ അവർക്ക് ആ പണം ഉപയോഗിച്ച് കമ്പോളത്തിൽ പോയി സാധനം വാങ്ങുന്നതിനുള്ള ശേഷി ഉണ്ടാവില്ല, അവരുടെ വാങ്ങൽ ശേഷി കുറയും. ഇത് ഉൽപാദനവും വിപണനവും തമ്മിലുള്ള വലിയ അന്തരമാണ് സൃഷ്ടിക്കുക. ഈ അന്തരം വർദ്ധിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അമിതോൽപാദനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, പക്ഷേ ലാഭം കുറഞ്ഞുകൊണ്ടേയിരിക്കും.
ഇതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് മുതലാളിത്തം വലിയ നിലയിലേക്കുള്ള ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉൽപാദനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ, റോബോട്ടിക്സിനെ ഉപയോഗിച്ച് നടപ്പിലാക്കുമ്പോൾ തൊഴിലാളികളെ സ്വാഭാവികമായും പിരിച്ചുവിടുകയാണ്. ഇതുണ്ടാക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് സമ്പത്തിന്റെ ഉൽപാദനം വർദ്ധിക്കും, പക്ഷേ തൊഴിലില്ലായ്മ സമൂഹത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് താൽക്കാലികമായി ലാഭം കൂട്ടാൻ മുതലാളിത്തത്തിന് ഈ സാങ്കേതിക വിദ്യ സഹായിക്കുമെങ്കിലും അവ കൂടുതൽ തൊഴിലാളികളെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്ന നിലക്കനുസരിച്ച് ആളുകളുടെ വാങ്ങൽ ശേഷി വീണ്ടും 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 കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് സാധനങ്ങളുടെ ആവശ്യം മാർക്കറ്റിൽ കുറയ്ക്കും, വ്യവസായങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കും. സ്വാഭാവികമായും ലാഭാർത്ഥി പൂണ്ട മുതലാളിത്തം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഈ പ്രതിസന്ധി മുതലാളിത്ത വ്യവസ്ഥക്കകത്ത് ഇങ്ങനെ ചാക്രികമായി തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മാർക്സ് മൂലധനത്തിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇത്തരത്തിലുള്ള പ്രതിസന്ധി, മുതലാളിത്തത്തിന്റെ ഈ നിലയിലുള്ള പ്രതിസന്ധി എത്രത്തോളം ആഴത്തിലുള്ളതാണോ അത്രത്തോളം ശക്തമായ ഭ്രാന്തമായ പ്രതികരണങ്ങളാണ്, നടപടികളാണ് ബൂർഷ്വാസിയുടെ കമ്മിറ്റിയിൽ നിന്നും, അതായത് അവരുടെ പരിപാടിയുടെ നടത്തിപ്പുകാരായ സർക്കാരുകളിൽ നിന്ന് ഉണ്ടാവുക. മുതലാളിത്തം നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി വളരെ ആഴത്തിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ തൊഴിൽ ബന്ധങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്ന തീവ്രമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ചുരുക്കുക, മുതലാളിമാരുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ നടപടികളിലൂടെ ആത്യന്തികമായി മോദി കോർപ്പറേറ്റ് സഖ്യം ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ മുതലാളിത്തത്തെ ശക്തിപ്പെടുത്തുന്നതിന്, ലാഭം കൂട്ടുന്നതിന് രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എല്ലാ മേഖലകളിലും മുതലാളിത്തത്തിനുള്ള നിയന്ത്രണങ്ങൾ വലിയ നിലയിൽ കുറയ്ക്കുകയും അതിനെ സ്വതന്ത്രമാക്കുകയും ചെയ്യുക. തൊഴിലാളിയെ സ്വതന്ത്രമായി ചൂഷണം ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. രണ്ട്, സർക്കാർ മേഖലയിലുള്ള പൊതു സംവിധാനങ്ങളും സേവനങ്ങളും എല്ലാം സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുക. വിദ്യാഭ്യാസം, ആരോഗ്യം, ബാങ്കിങ്, ഇൻഷുറൻസ്, അങ്ങനെ തുടങ്ങി വൈദ്യുതിയും കൽക്കരിയും റെയിൽവേയും വിമാനത്താവളങ്ങളും ഉൾപ്പെടെ എല്ലാം കോർപ്പറേറ്റുകൾക്കായി സ്വകാര്യവൽക്കരിച്ച് നൽകുക എന്നുള്ള മോഡി നയം ഇതിന്റെ ഭാഗമാണ്. ഇത് മുതലാളിമാരുടെ, കോർപ്പറേറ്റുകളുടെ ശക്തിയും സമ്പത്തും വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യത്തും ലോകത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് തൊഴിൽ നിയമങ്ങൾ, ലേബർ കോഡുകൾ കൊണ്ടുവന്ന് തൊഴിലാളികളെ അമിതമായ ചൂഷണത്തിന് വിധേയമാക്കുന്നതും കൂടുതൽ കർശനമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണത മുതലാളിത്തത്തിന് അല്ലെങ്കിൽ മൂലധനത്തിന് എല്ലാ രാജ്യങ്ങൾക്കും കുറുകെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുക എന്നതാണ്. മൂലധനത്തിനും ചരക്കുകൾക്കും രാഷ്ട്രങ്ങളുടെ അതിർത്തികളെ തകർത്ത് ലോകം മുഴുവൻ ഒഴുകാം എന്നുള്ളതാണ്. എന്നാൽ തൊഴിലാളികൾക്ക് ഇത്തരം ഒരു സ്വാതന്ത്ര്യമില്ല. സാമ്രാജ്യത്വ ആഗോളവൽക്കരണം തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒഴുകാനുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. ഗ്ലോബൽ സൗത്തിലെ തൊഴിലാളി അവിടെ തന്നെ നിന്ന് ഏറ്റവും കുറഞ്ഞ കൂലിക്ക് കോർപ്പറേറ്റുകൾക്ക് സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കണം എന്നതാണ് സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഇത് മുതലാളിമാർക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും കുറഞ്ഞ കൂലിക്ക് തൊഴിലാളികളെ കണ്ടെത്താനും ചൂഷണം ചെയ്യാനുമെല്ലാം സഹായിക്കുന്നതിനാണ്. ഈ കുറഞ്ഞ കൂലിക്ക് കിട്ടുന്ന തൊഴിലാളിയെ അന്വേഷിച്ചെത്തുന്ന മൂലധനത്തിന്, കോർപ്പറേറ്റുകൾക്ക് കൂലി അടിമകളാക്കി കൊടും ചൂഷണത്തിന് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ വിധേയമാക്കാൻ, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ അടക്കി നിർത്തുന്നതിനാണ് മോഡി ലേബർ കോഡുകൾ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങുന്നത്. ലേബർ കോഡുകൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇനി എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിരോധം എന്നത് തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾ അതേപടി നടപ്പിലാക്കാൻ തയ്യാറെടുക്കുമ്പോൾ കേരളം മാതൃകാപരമായ ചെറുത്തുനിൽപ്പായിരുന്നു നടത്തിയിരുന്നത്. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ഏക സംസ്ഥാനമായിരുന്നു കേരളം എന്ന് പറയുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് ഗോപാൽ ഗൗഡയുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതിയെ കേരളം നിയോഗിക്കുകയുണ്ടായി. LDF സർക്കാർ അന്ന് വ്യക്തമാക്കിയത് ഈ കോഡുകൾ കണ്ണടച്ച് നടപ്പിലാക്കിയില്ല എന്നും ആവശ്യമെങ്കിൽ സംസ്ഥാനത്ത് തനത് നിയമങ്ങൾ, സംസ്ഥാനത്തിൻ്റെതായ നിയമങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു. തൊഴിൽ സംബന്ധിച്ച കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനാവും. അതിന് ഭരണഘടനാപരമായ അവസരങ്ങൾ സംസ്ഥാനങ്ങൾക്കുണ്ട്.
തൊഴിൽ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സമാന്തര പട്ടികയിലുള്ളതിനാൽ അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലുള്ളതിനാൽ സംസ്ഥാനങ്ങൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമങ്ങൾ പാസ്സാക്കാനുള്ള അധികാരമുണ്ട്. ഭരണഘടനയുടെ സമാന്തര പട്ടികയിലെ കൺകറന്റ് ലിസ്റ്റിലെ എൻട്രി 22 ട്രേഡ് യൂണിയനുകൾ, തൊഴിൽ തർക്കങ്ങൾ എന്നീ കാര്യങ്ങളിലെല്ലാം സംസ്ഥാനങ്ങൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാമെന്ന് വിശദീകരിക്കുന്നുണ്ട്. എൻട്രി 23 തൊഴിൽ, സാമൂഹിക സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. എൻട്രി 24 തൊഴിൽ സാഹചര്യങ്ങൾ, പ്രൊവിഡന്റ് ഫണ്ടുകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം സംസ്ഥാനങ്ങൾക്ക് തനതായ നിയമനിർമ്മാണത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതായത് ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് ഈ കാര്യങ്ങളിലെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം നൽകുന്നുണ്ടെന്നർത്ഥം. കേന്ദ്രവും സംസ്ഥാന നിയമവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായാൽ കേന്ദ്ര നിയമത്തിന് മുൻഗണന ലഭിക്കും. അതിന് വൈരുദ്ധ്യ സിദ്ധാന്തം എന്ന് തന്നെയാണ് പറയുന്നത്. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടി സംസ്ഥാന നിയമത്തിന് മുൻഗണന ലഭിക്കാം എന്നുള്ളതുകൂടി ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഈ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി ലേബർ കോഡുകളുടെ അപകടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്, ശ്രമങ്ങളാണ് കഴിഞ്ഞ LDF സർക്കാർ കേരളത്തിൽ നടത്തിയത്. ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിലും സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനാവുമെന്ന് ഗോപാൽ ഗൗഡ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചട്ടങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ റൂൾസ് തയ്യാറാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഭരണഘടനാപരമായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്. പുതിയ ലേബർ കോഡുകളിൽ 100 കണക്കിന് കാര്യങ്ങൾ ഉചിതമായ സർക്കാർ നിർദ്ദേശിക്കുന്നത് പോലെ എന്ന് അവ്യക്തതകളോടെ അവശേഷിപ്പിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അനുകൂലമായ റൂൾസ് കൊണ്ടുവരാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഇക്കാര്യത്തിലെ സംസ്ഥാനങ്ങളുടെ സാധ്യത എന്ന് പറയുന്നത്. ഇതിനായി കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമെല്ലാം സംസ്ഥാന സർക്കാരുകളെ നിർബന്ധിതമാക്കാൻ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സംഘടിതവും തുടർച്ചയായതുമായ കൂട്ടായ പോരാട്ടങ്ങളിലൂടെ മാത്രമേ തൊഴിലാളികൾക്ക് മുതലാളിത്തത്തിൻ്റെ ഈ കൊടിയ ചൂഷണത്തെ ചെറുക്കാനുള്ള ശേഷി സംഭരിക്കാൻ വേണ്ടി കഴിയും. ശരിയായ ദിശാബോധമുള്ള ട്രേഡ് യൂണിയനുകൾ തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളികളുടെ ആയുധം എന്ന് പറയുന്നത്. എന്നാൽ ട്രേഡ് യൂണിയനുകൾ വർത്തമാനകാലത്തെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് വേണം അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും മുന്നോട്ട് പോകാനും എന്നുള്ളതാണ് വർത്തമാനകാലം നമ്മോട് പറയുന്നത്. പുതിയ കാലത്ത് പുതിയ സംഘടനാ രൂപങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും അടിയന്തിരവുമാണ്. പഴയ ഫാക്ടറി അധിഷ്ഠിത യൂണിയനുകളെ കൊണ്ട് മാത്രം ഇനിയുള്ള കാലത്ത് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. ഇന്റർനെറ്റ് അധിഷ്ഠിത സംഘടനകൾ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ, സോഷ്യൽ മീഡിയ അധിഷ്ഠിത ശൃംഖലകൾ എന്നിവയെല്ലാം വിപുലീകരിച്ചും രൂപീകരിച്ചുകൊണ്ട് മാത്രമേ ഫലപ്രദമായി വിവിധ വിഭാഗം തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരെ പോരാട്ടങ്ങളിൽ അണിനിരത്താനും രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും സംഘടനാപരമായും അവരെ ശക്തിപ്പെടുത്താനും കഴിയുള്ളൂ. പുതിയ പോരാട്ടങ്ങളുടെ മേഖലകൾ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഏറ്റവും സജീവമായി കണ്ടെത്തുകയും ഇടപെടുകയും ചെയ്യേണ്ട ഒരു കാലം കൂടിയാണ് ഈ കാലം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സാമ്രാജ്യത്വ ആഗോളവൽക്കരണം, ഉൽപാദനം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമായി വികേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇന്ന്. ഒരു വസ്തുവിൻ്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിലായി നിർമ്മിക്കാൻ കോർപ്പറേറ്റുകൾക്കും കുത്തകകൾക്കും 1990കളോടുകൂടി തന്നെ ലോകത്താകെ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ചിപ്പ് അമേരിക്കയിൽ ഉണ്ടാക്കാം, കീബോർഡ് ജപ്പാനിലും, ഡിസ്പ്ലേ ചൈനയിലും, ഹാർഡ് ഡിസ്ക് തായ്ലാൻഡിലും, സെമി കണ്ടക്ടറുകൾ മലേഷ്യയിലും നിർമ്മിച്ച് ഇതെല്ലാം കൂടി കൊറിയയിൽ കൊണ്ടുപോയി വെച്ച് അസംബിൾ ചെയ്ത് ഒരു കമ്പ്യൂട്ടറാക്കി മാറ്റാം. വികസ്വര രാജ്യങ്ങളിലെ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ലഭിക്കുന്ന മനുഷ്യാധ്വാനത്തെ തേടിയാണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് കോർപ്പറേറ്റുകൾ തങ്ങളുടെ ഇത്തരം ഉത്പാദന പ്രക്രിയക്ക് അനുയോജ്യമായ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 2 ഗുണങ്ങളാണ് അവർക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ഒന്ന്, ഏറ്റവും കുറഞ്ഞ കൂലിയിൽ മനുഷ്യാധ്വാനം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഉൽപാദന ചെലവ് അവർക്ക് കുറയ്ക്കാനാവും, ലാഭം അവർക്ക് കൂട്ടാനാവും. 2, തൊഴിലാളികളുടെ സംഘടിത ശക്തിയെ വിഘടിപ്പിക്കാനോ ഇല്ലാതെയാക്കാനോ ഈ പ്രവർത്തനം കൊണ്ട് കഴിയും. ഒരു നിശ്ചിത വ്യവസായത്തിലെ തൊഴിലാളികളുടെ സംഘടിത ശക്തി തകർക്കുന്നതിലൂടെ ആ വ്യവസായത്തിനകത്ത് അതിൻ്റെ ഉൽപാദനം സ്തംഭിപ്പിക്കാനുള്ള തൊഴിലാളികളുടെ കരുത്ത് ഇല്ലാതെയാക്കുകയാണ് ഇതിലൂടെ നവ ഉദാരവൽക്കരണ നയം ചെയ്യുന്നത്. പഴയ കാലത്ത് ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾ ഒന്നിച്ചാൽ അവിടുത്തെ ഉൽപാദനം സ്തംഭിപ്പിക്കാമായിരുന്നു.
ഇന്നത് മാറി. അതുകൊണ്ട് ആധുനിക സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഈ തൊഴിലാളികളെല്ലാം ഒന്നിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനമാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ എല്ലാ സാധ്യതകളെയും തൊഴിലാളി വർഗം ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാലം കൂടിയാണ് ഈ നവ ഉദാരവൽക്കരണ നയങ്ങളുടെ കാലം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം കമ്പനികളിലെ തൊഴിലാളികൾ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ, സ്വിഗ്ഗി, സൊമാറ്റോ, ഉബർ, ഓല അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം കമ്പനികൾ, ലോജിസ്റ്റിക് മേഖല, ഗതാഗതം, വിതരണം, മറ്റ് അനൗപചാരിക മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം ലക്ഷക്കണക്കായ കോടിക്കണക്കായ തൊഴിലാളികൾ ഇങ്ങനെ ലോകത്ത് ചെതറിക്കിടക്കുകയാണ്. അവരെ സാമ്പ്രദായികമായി സംഘടിപ്പിക്കുന്നത് അപ്രായോഗികവും അസാധ്യവുമാണ്. എന്നാൽ ഈ വിഭാഗം തൊഴിലാളികൾ മുതലാളിത്ത പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിലെ അതിൻ്റെ ശൃംഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത്. അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സമ്പത്തിൻ്റെ വിതരണ ശൃംഖല അവരുടെ കയ്യിലാണ്. ആ ശൃംഖലയെ തടസ്സപ്പെടുത്താൻ ആ തൊഴിലാളി വർഗത്തിൻ്റെ ശക്തിക്ക് കഴിയും. ഇത് ഇന്നത്തെ സാമ്രാജ്യത്വ ആഗോളവൽക്കരണ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ്. ഈ സാധ്യതയാണ് ഈ വിഭാഗം തൊഴിലാളികൾക്ക് ലോക തൊഴിലാളി വർഗത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു മുതലാളിത്ത സമൂഹത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യവും ശക്തിയും നൽകുന്നത്. ഈ പുതിയ കേന്ദ്രങ്ങളിലാണ് തൊഴിലാളി വർഗ പോരാട്ടങ്ങൾ വിപുലീകരിക്കേണ്ടതെന്ന് ലോകത്തെ ട്രേഡ് യൂണിയനുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്താകെയും നമ്മുടെ ഇന്ത്യയിലും സ്വയമേവ ധാരാളം സമരങ്ങൾ ഉയർന്നു വരികയാണ്. ഇത്തരം സമരങ്ങളെ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കാനാവുക എന്നുള്ളതാണ് ഒരു ട്രേഡ് യൂണിയൻ വർത്തമാനകാലത്ത് ഏറ്റവും പ്രധാനമായി അന്വേഷിക്കുകയും കണ്ടെത്തുകയും പ്രവർത്തന പരിപാടി തയ്യാറാക്കുകയും ചെയ്യേണ്ടത്. സാമ്പ്രദായിക ട്രേഡ് യൂണിയനുകൾക്ക് മൂലധനവുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കുറച്ചു വിഷമമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ളത്. എന്നാൽ ശരിയായ കാഴ്ചപ്പാടോടുകൂടി CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരം പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ മാത്രമേ ഇതിനെ ശരിയായ നിലയിലേക്ക് നയിക്കാനാവൂ. മുതലാളിത്ത ശൃംഖലകളിലെ വിവിധ കണ്ണികളിൽ പലപ്പോഴും സ്പോണ്ടേനിയസ് ആയ വൻതോതിലുള്ള സമരങ്ങൾ പലയിടങ്ങളിലും പൊട്ടിപ്പുറപ്പെടുകയാണ്. നോയിഡയിലും മനേസറിലും പാനിപ്പറ്റിലും ഉൾപ്പെടെ നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ നടന്ന തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ നമ്മുടെ രാജ്യത്ത് ഈ സമരങ്ങൾ ചിതറിക്കിടക്കുന്നതും മിക്കവാറും യൂണിയൻ വൽക്കരിക്കപ്പെടാത്തതുമാണ്. ഈ സമരങ്ങൾക്ക് വലിയ ആഴവും വ്യാപ്തിയുമെല്ലാം ഉണ്ടെങ്കിലും അവക്ക് ഒരു ശരിയായ സംഘടനയും ഒരു ശരിയായ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും ഒരു ദീർഘകാലത്തേക്കുള്ള തന്ത്രവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭരണകൂട തൊഴിലുടമ ആക്രമണങ്ങളെ അവർക്ക് ചുരുക്കാനാവില്ല, അതിജീവിക്കാനാവില്ല. അവ പിന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ് ലോകത്ത് ഇത്തരം പോരാട്ടങ്ങളെല്ലാം കാണിക്കുന്നത്. ഈ സ്വയമേവ ഉയർന്നു വരുന്ന സമരങ്ങളെ സംഘടിതവും സുസ്ഥിരവുമായ സമരങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് വർത്തമാനകാലത്തെ CITU ഉൾപ്പെടെയുള്ള സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. പുതിയ തൊഴിൽ നിയമങ്ങൾ മുതലാളിമാർക്ക് അനുകൂലമായി മാറുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതെയാക്കുകയും ചെയ്യുമ്പോൾ ഈ നിയമത്തിൻ്റെ നിയമസാധുത ഇല്ലാതെയാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാമെന്നുള്ളതാണ് ലോകത്തെ തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത്. നിയമം മുതലാളിമാർക്ക് മാത്രം പ്രയോജനപ്പെടുന്നതായി മാറുമ്പോൾ സ്വാഭാവികമായും തൊഴിലാളികൾ ഈ നിയമത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ചരിത്രം. നിയമങ്ങൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് തൊഴിലാളി തിരിച്ചറിയുമ്പോൾ അത് അവൻ്റെ അതിജീവന പോരാട്ടങ്ങൾക്ക് കരുത്തു കൂട്ടും. തങ്ങൾക്ക് അനുകൂലമായി നിയമങ്ങളെ മാറ്റിയെഴുതാനുള്ള പോരാട്ടം അവർ തുടങ്ങുകയും തുടരുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും തന്നെ ചെയ്യും. ജീവിക്കാനുള്ള സാഹചര്യങ്ങൾക്കായുള്ള മാന്യമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ മാർഗങ്ങൾ അടച്ചുപൂട്ടപ്പെടുമ്പോൾ നിയമപരമല്ലാത്ത പോരാട്ടങ്ങൾ ഒരു രാജ്യത്ത് വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ തന്നെ നമുക്ക് ഈ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഇത്തരം വളർന്നു വരുന്ന ശക്തിപ്പെടുന്ന പോരാട്ടങ്ങൾ മുതലാളിത്തത്തിന്, കോർപ്പറേറ്റുകൾക്ക് ലാഭം കുന്നുകൂട്ടുന്നതിന് അവരുടെ പരിപാടികൾ നടപ്പിലാക്കുന്ന കമ്മിറ്റിക്കാർക്ക്, അതായത് രാഷ്ട്രത്തിലെ ഭരണകൂടത്തിന് രാഷ്ട്രത്തിന്റെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെടുകയും പുതിയ രാഷ്ട്രീയ സാധ്യതകൾ രാജ്യത്ത് തുറക്കുകയും ചെയ്യും എന്നുള്ളതാണ് ചരിത്രത്തിലെ അനുഭവം. സമ്പത്തിന്റെ ഉൽപാദനം വലിയ നിലയിൽ വർദ്ധിക്കുമ്പോഴും സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളിക്ക് അവന്റെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതപൂർണമാവുകയും ചെയ്യുമ്പോൾ ഈ മുതലാളിത്ത വ്യവസ്ഥക്കെതിരായ പോരാട്ടങ്ങൾക്ക് തന്നെ അധ്വാനിക്കുന്ന വർഗങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വരും. കൂട്ടായ പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി വർഗത്തിന്
രാഷ്ട്രത്തിന്റെ നിയമവാഴ്ച, അതിൻ്റെ നിയമസാധുത, അതിൻ്റെ സാമൂഹിക ശക്തി എന്നിവയെ തന്നെ മാറ്റി തീർക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ലോക വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ മോഡി സർക്കാർ ചെയ്യുന്നത് വെറും ഒരു നിയമപരമായ മാറ്റമല്ല എന്നും മറിച്ച് തൊഴിലാളി വർഗത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ സാമൂഹ്യ സാമ്പത്തിക പൊളിച്ചെഴുത്താണെന്നും ഇന്ത്യൻ തൊഴിലാളി വർഗം തിരിച്ചറിയുമ്പോൾ ഈ പോരാട്ടം അതിശക്തമായ നിലയിൽ ഇന്ത്യ രാജ്യത്ത് ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. തൊഴിലാളികളെ ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും നേരിടാനും ഇതിനെ ചെറുത്തു തോൽപ്പിക്കാനും അവരെ സജ്ജമാക്കുകയും അവരുടെ അവകാശങ്ങൾക്കായി ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വർത്തമാനകാലത്ത് CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് കുത്തക വർഗീയ സഖ്യത്തിന്റെ ഭരണകൂട അടിച്ചമർത്തലുകളെ നേരിടാനും അതിജീവിക്കാനും കഴിയും വിധം തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ഞങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അധ്വാനിക്കുന്നവരുടെ വിശാല ഐക്യ പ്രസ്ഥാനത്തിലൂടെ ഈ പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബഹുജന പിന്തുണ ആർജിക്കാനും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സംയുക്തമായ പോരാട്ടങ്ങൾ, അധ്വാനിക്കുന്നവരുടെ ഒന്നിച്ചുള്ള പോരാട്ടങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഐക്യശക്തിയിൽ തൊഴിലാളി വർഗത്തിനാകെ ആത്മവിശ്വാസം ഉയരണം. ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും നേടാനാവുമെന്നും കോർപ്പറേറ്റുകളുടെ കൂലിയടിമകളായി കഴിയുന്നതിനും അപ്പുറം പിറന്ന മണ്ണിൽ ആത്മാഭിമാനത്തോടെ അന്തസ്സായി ജീവിക്കാൻ നമുക്ക് കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസം തൊഴിലാളികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയും. കാറൽ മാർക്സ് ഒരാശയം എങ്ങനെയാണ് ഭൗതിക ശക്തിയായി മാറുക എന്ന് പറയുന്നത്. ഒരാശയം ഭൗതിക ശക്തിയായി മാറണമെങ്കിൽ ആ ആശയം നല്ല ദൃഢതയോടുകൂടി തലയിൽ പേറുന്ന ലക്ഷക്കണക്കായ തലച്ചോറുകളെ സൃഷ്ടിക്കാനായാൽ അതൊരു ഭൗതിക ശക്തിയായി മാറും. തീർച്ചയായും അത്തരമൊരു പോരാട്ടത്തിനും അത്തരമൊരു സമരത്തിനുമാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്ത് ഉൾപ്പെടെ CITU നേതൃത്വം നൽകിക്കൊണ്ടിരിക്കും. നമ്മുടെ പൂർവികർ ചോര ചിന്തിയ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ആയിരങ്ങളുടെ രക്തസാക്ഷിത്വങ്ങളിലൂടെ നേടിത്തന്ന അവകാശങ്ങൾ നമ്മൾ മോഡി കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന് മുന്നിൽ അടിയറ വെക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടി പോരാടാൻ വേണ്ടി കഴിയണം. അതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. പോരാട്ടമല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. നമുക്ക് ഒന്നിക്കാം, ശബ്ദമുയർത്താം, പോരാടാമെന്നുള്ളതാണ് ലോക തൊഴിലാളി വർഗം ഇന്ന് ലോകത്തുള്ള അധ്വാനിക്കുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.